ലോകരാജ്യങ്ങളെ എല്ലായ്പ്പോഴും അമേരിക്ക സ്വന്തം വരുതിയിൽ നിർത്തുന്നത് US ഡോളറിന്റെ മൂല്യം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ്. അതായത് വിദേശ രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിൽ എല്ലായ്പ്പോഴും നിക്ഷേപം നടത്തും. ഈ നിക്ഷേപത്തിൻ്റെ ശക്തി കൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ലോക പോലീസ് കളിക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യക്ക് മേൽ 500% തീരുവയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് മോദിയെ ഒന്ന് വെല്ലുവിളിക്കാനായിട്ട് ട്രംപ് തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിനെ അങ്ങോട്ട് വിളിക്കും, നിങ്ങളുടെ ഡിമാൻഡൊക്കെ അംഗീകരിക്കുമെന്ന് പറയും. ഇതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സംഭവിച്ചത് എന്താ? രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം, അതായത് കരുതൽ ശേഖരമുണ്ട്, ഇത് നമ്മൾ അമേരിക്കൻ ഡോളറിലാണ് നിക്ഷേപിക്കുന്നത്. അതിൽ വലിയ തോതിൽ കുറവ് വരുത്താനായിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തെ ലാസ്റ്റ് 1 ഇയർ അങ്ങനെ പറയാമെങ്കിൽ ആ ഒരു വർഷക്കാലം കൊണ്ട് നമ്മൾ US ട്രഷറി നിക്ഷേപത്തിൽ 21% കുറവ് വരുത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൈകല്യം നിറഞ്ഞ നയങ്ങളാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തെ ഇപ്പോൾ രാജ്യത്ത് പ്രമുഖരെല്ലാം തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡോളർ ഇതര നിക്ഷേപത്തിലേക്ക്, ഗോൾഡിലേക്കൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ സെപ്റ്റംബർ 25 ഈ 2025 സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 4 ടൺ ഗോൾഡ് മാത്രമാണ് മേടിച്ചത്. പകരം മറ്റ് രാജ്യങ്ങൾ റിസർവായിട്ട് നമ്മൾ വെച്ചിരുന്ന 64 ടൺ ഗോൾഡ് നമ്മൾ തിരിച്ചെടുത്തു. അപ്പം നമ്മുടെ രാജ്യം എത്രത്തോളം സാമ്പത്തിക സുസ്ഥിരത കൈവരിച്ചു എന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഇവിടെ നടത്തിയ ഒരു നീക്കം. അപ്പം 4.5 ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചപ്പോൾ അമേരിക്ക ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്ക് വലിയ തിരിച്ചടി കൊടുത്തു. എങ്ങനെ? ഓഹരി വിപണിയിൽ 1.5 ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം ഇന്ത്യക്കുണ്ടായി. സ്വാഭാവികമായിട്ടും ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന എന്താ? അതെല്ലാം ഇപ്പോഴും ചാഞ്ചാടി നിൽക്കും. ചിലപ്പോൾ പോസിറ്റീവായിട്ടിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിട്ടിരിക്കും. അങ്ങനെ നിന്നപ്പോൾ അമേരിക്ക വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് പലിശ നിരക്ക് കൂട്ടി കൂടുതൽ കമ്പനികളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ശരിയാണ്. അപ്പോൾ പല കമ്പനികളും നിക്ഷേപം പിൻവലിച്ച് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, 1979 100 പോയിന്റുമായിട്ട് ആരംഭിച്ച സെൻസെക്സ് അടുത്ത ഇടെയാണ് 1 ലക്ഷം കടന്നത്. അപ്പോൾ സെൻസെക്സിൽ ഈ വളർച്ച രേഖപ്പെടുത്തിയതോടുകൂടി ഇന്ത്യക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. ഇവിടെ ഇന്ത്യ ചെയ്ത പണി എന്താ? നമ്മൾ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ മൂല്യം നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ട്രംപിനെ പ്രകോപിതനാക്കിയ കാരണവും മറ്റൊന്നല്ല, എവിടെയൊക്കെയാണോ അവസരം കിട്ടുന്നത് അവിടെയൊക്കെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നു. അന്ന് റഷ്യ ഈ ഉപരോധത്തിൽ ഇടപെട്ട്, അല്ലെങ്കിൽ റഷ്യയ്ക്ക് മേലെ ഉപരോധം വന്നതോടെ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് ഓയിൽ നൽകി. അപ്പോൾ ഇന്ത്യ വാങ്ങിയത് റൂബിളിലോ ഡോളറിലോ ഒന്നുമല്ല, പകരം ഇന്ത്യൻ റുപ്പിയിലാണ് വാങ്ങിയത്. ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് നമ്മൾ രൂപയിൽ കച്ചവടം നടത്താൻ തുടങ്ങി. അതിനുശേഷം ഇസ്രായേലുമായിട്ട് ട്രേഡിലേക്ക് ഏർപ്പെട്ടപ്പോൾ അതും ഇന്ത്യൻ രൂപയിലേക്കാക്കി. അപ്പോൾ ഡോളറിന് വലിയ തിരിച്ചടി നൽകാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത കുതിരയാണ്, റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിപ്പില്ല. ഇതൊക്കെ തന്നെ ട്രംപ് പറഞ്ഞു. അതേ ട്രംപ് പറയുകയാണ്, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ അവർ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് കുതിക്കുന്നു. അത് അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു. ഈ ബ്രിക്സിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇപ്പോൾ എത്തിയ ഇന്ത്യയാണ്. അതായത് ഇന്ത്യ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ, ഇന്ത്യ നയിക്കുന്ന പാതയിലൂടെയാണ് ഇനി ബ്രിക്സിൻ്റെ മുന്നേറ്റം. ഇതേ ബ്രിക്സ് ഒരു നാവിക അഭ്യാസ പ്രകടനം നടത്തിയപ്പോൾ ഇന്ത്യയെ പുറത്താക്കിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചു, അല്ലെ അതിലൂടെ വാർത്ത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? ഇന്ത്യ ചൈന കൂടി പങ്കെടുക്കുന്ന ഒരു നാവിക അഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ സ്വയം മാറി നിൽക്കുകയാണ്. ഇതിനെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചത്. ഇപ്പം ജപ്പാനെ എല്ലായ്പ്പോഴും അമേരിക്ക ഒരു അടിമ രാജ്യത്തെ പോലെ കാണുന്നു. അവരുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കുന്ന അമേരിക്കയാണ്. ജപ്പാനിലുള്ളത് അമേരിക്കൻ സോൾജേഴ്സാണ്. അപ്പോൾ ജപ്പാൻ എങ്ങനെയാണ് അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മഡൂറോയെ പുറത്താക്കിയ അമേരിക്കൻ തന്ത്രം, അതായത് വെനസ്വേലയെ കീഴടക്കിക്കൊണ്ട് അവിടുത്തെ എണ്ണ മുഴുവൻ കൊള്ളയടിക്കാനായിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു. ഇപ്പുറത്തേക്ക് വന്നാൽ ക്യൂബയിൽ വലിയ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇവിടെ ഇറാനിൽ വലിയ അട്ടിമറി നടത്താനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ഞങ്ങളിപ്പോഴും വലിയ ശക്തിയിലാണെന്ന് അമേരിക്ക ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ റുപ്പിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതായത് 2027 ആകുമ്പോഴേക്കും നമ്മുടെ GDP എന്ന് പറയുന്നത് $5 ട്രില്യൺ എത്താനായിട്ട് പോകുന്നു. അങ്ങനെ സംഭവിച്ചാൽ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരും. ഇതാണ് അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നത്. ഇപ്പോൾ
വെനസ്വേലയെ കീഴടക്കി അവിടുത്തെ എണ്ണ മുഴുവൻ അമേരിക്ക വിൽക്കുന്നു. ശരിയാണ്. 13.5 ലക്ഷം കോടി രൂപയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ അതേ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങണമെന്നാണ് നമ്മളത് സമ്മതിക്കാം. പക്ഷേ അത് ഏത് രൂപയിലാണോ ഡോളറിലാണോ? നമ്മൾ ഡോളറിൽ കച്ചവടം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഡോളറിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നില്ലെങ്കിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ഇനിയും പിന്നിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ടെക്നോളജി രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നു. അതുകൊണ്ട് ടെസ്ലയും അതുപോലെ തന്നെ ആപ്പിളും പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായിട്ട് തയ്യാറായി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സുസ്ഥിരമായ വികസന പദ്ധതി കാഴ്ചവെച്ചുകൊണ്ട് ആ ഭരണകൂടത്തിന് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ വമ്പൻ പദ്ധതികളുമായിട്ട് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആലോചിച്ച് നോക്ക്. മുംബൈയെയും ഹൈദരാബാദിനെയും ഒക്കെ കണക്ട് ചെയ്ത്, അല്ലെ അഹമ്മദാബാദിനെ കണക്ട് ചെയ്തുകൊണ്ട് ആദ്യ പദ്ധതി വരുന്നു. അപ്പോൾ പറഞ്ഞു നോർത്തിനാണ് വലിയ സൗകര്യങ്ങൾ, നോർത്തിന് വേണ്ടിയിട്ട് BJP വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴോ ദക്ഷിണേന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ ചെന്നൈയും ബാംഗ്ലൂരും കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത ഈ പറയുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലേക്ക് വരികയാണ്. എങ്ങനെ? ചെന്നൈ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണ്. ഇനി ബംഗളൂരുവിനെ എടുത്താലോ? ബംഗളൂരു എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് എന്നതിനപ്പുറത്തേക്ക് അതൊരു ടെക്നോളജിക്കൽ ഹബ്ബായി മാറുന്നു. അപ്പം ഈ രണ്ട് മേഖലയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് 435 കിലോമീറ്ററോളം വരുന്ന ദൂരം 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാം. അപ്പം നമ്മുടെ ടെക്നോളജി എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ നമ്മൾ സാങ്കേതിക മേഖലയിലും ആയുധ നിർമ്മാണ വിതരണ മേഖലയിലും വലിയ ശക്തിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ 35,000 കോടി രൂപയുടെ ആയുധ ഇടപാട് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായിട്ട് നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ 27ഓളം രാജ്യങ്ങളുമായിട്ടാണ് ഈ ഓയിൽ കച്ചവടം നടത്തിയെങ്കിൽ ഇപ്പോൾ അത് 60ഓളം രാജ്യങ്ങളുമായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പം നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കുതിക്കുന്നു എന്നാണ് അർത്ഥം. മാത്രവുമല്ല നമ്മളുടെ ഈ പറയുന്ന GDP 5 ട്രില്യണിലെത്തിയാൽ പിന്നീട് അമേരിക്കയ്ക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവിടെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം 2026 ജനുവരി 20 ലോകത്തൊരു വലിയ പ്രഖ്യാപനം നടത്തണം. എന്തിന്? താൻ പ്രസിഡന്റ് പദവിയിലെത്തി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും വെനസ്വേലയ്ക്ക് കീഴടക്കി, ഇറാനിൽ അട്ടിമറി നടത്തി, ക്യൂബയെ തകർത്തു, അടുത്ത ഗ്രീൻലാൻഡ് പിടിക്കുന്നു, ഈ രീതിയിൽ ഗീർവാണങ്ങൾ തൊടുക്കണം. പക്ഷേ അപ്പോഴും ഇന്ത്യയെ കയറി ചൊറിഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഡോളറിൻ്റെ മൂല്യം കുത്തനെ ഇടിച്ചു കളഞ്ഞു. അതിൽ പ്രധാനം എന്ന് പറയുന്നത് US ട്രഷറി നിക്ഷേപത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നു. 1 വർഷം കൊണ്ട് 21% കുറച്ചു. അതായത് രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം വലിയ തോതിൽ കുറയ്ക്കുന്നു. US-ൽ 4.5 ലക്ഷം ഡോളറിൻ്റെ നഷ്ടം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ഇതിനെ ഒന്നും അതിജീവിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. മാത്രമല്ല ബ്രിക്സ് അമേരിക്കയ്ക്ക് വലിയ എതിരാളിയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. എന്നിട്ടും 500% താരിഫൊക്കെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ സമ്മർദ്ദത്തിലൊന്നും വീഴുന്നില്ല എന്ന് മാത്രമല്ല, ഡോളറിൻ്റെ മൂല്യം കൂടുന്നതിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു. കാരണം വിവിധ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ റുപ്പിയിൽ ഇടപാടുകൾ നടത്താനായിട്ടാണ് നമ്മൾ നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് ഡോളർ ഇതര നിക്ഷേപത്തിലേക്ക്, സ്വർണത്തിലേക്കൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. 60ഓളം രാജ്യങ്ങളിൽ നമ്മൾ ഈ ഓയിൽ ഇടപാട് നടത്തുന്നത് ഇന്ത്യൻ രൂപയിലാണെന്ന് പറയുമ്പോൾ എത്ര വലിയ നേട്ടമാണ് നമ്മൾ കൈവരിച്ചതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ട്രംപിൻ്റെ ശ്രദ്ധ എന്താ? സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി മറ്റ് രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിയെന്ന് പറയണം. അതൊക്കെ നടത്തിക്കോട്ടെ. പക്ഷേ ഇന്ത്യ അതിനെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ട്രംപിനെ അലട്ടുന്ന പ്രശ്നം. ഇപ്പം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആർമിയെ നമ്മൾ ആക്രമിക്കുന്നില്ല, അവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല, അവരുടെ ടെക്നോളജിയിലുള്ള മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല, അവരുടെ ചരിത്രത്തെയോ പാരമ്പര്യത്തെയോ ആക്രമിക്കുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്തേ? ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യ ക്രമാതീതമായി വർദ്ധിച്ചു വന്ന ഈ നിക്ഷേപം ഇപ്പോൾ അമേരിക്കയിൽ നടത്തുന്നില്ല. അത് കുറച്ചുവെന്ന് മാത്രമല്ല, സ്വർണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കരുതൽ നിക്ഷേപമായി കരുതിയതൊക്കെ നമ്മൾ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം വളർന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വിദേശ കമ്പനികൾ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താനായിട്ട് വരുന്നു. അപ്പോൾ ഇന്ത്യയെ വെറുതെ കയറി ട്രംപ് ഒന്ന് ചൊറിഞ്ഞതാണ്. അതിന് പകരം നമ്മൾ നേരിട്ട് അമേരിക്കയെ ആക്രമിച്ചില്ല, പകരം ഡോളറിൻ്റെ മൂല്യം കുത്തനെ ഇടിയുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ഇന്ത്യ ഈ തന്ത്രം പ്രയോഗിച്ചാൽ ഈ ബ്രിക്സ് കൂട്ടായ്മയിലെ റഷ്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഒക്കെ തന്നെ ഇതേ നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
കൂടാതെ 11 അംഗരാജ്യങ്ങൾ, ഇനി ഇതിലേക്ക് വരാൻ കഴിയുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന 30ഓളം മറ്റ് രാജ്യങ്ങൾ, ഇവരെല്ലാം തന്നെ ഇതേ നിലപാട് സ്വീകരിച്ചാൽ ഡോളറിൻ്റെ മൂല്യം കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തിന്? ഇത്രയും നാൾ അമേരിക്കയെ താങ്ങി നിർത്തിയ ഡീപ് സ്റ്റേറ്റ് പോലും പരസ്യമായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ചൊറിയാൻ ശ്രമിച്ച ട്രംപിന് മുട്ടൻ പണി കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ NDA സർക്കാരും കുതിച്ചുയരുന്നത്. മാത്രമല്ല, ബഹിരാകാശ മേഖലയിലടക്കം ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. മുമ്പ് റഷ്യൻ ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ ശൂന്യാകാശത്തേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോയിരുന്നു. എന്നാൽ 2026 ഇന്ത്യൻ നിർമ്മിത ബഹിരാകാശ പേടകത്തിൽ നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് വളർച്ച? അപ്പോൾ പ്രതിരോധ രംഗത്ത്, ബഹിരാകാശ മേഖലയിൽ, ടെക്നോളജിയുടെ രംഗത്തിൽ, സെമി കണ്ടക്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമസ്ത മേഖലകളിലും നമ്മൾ വലിയ വികസന കുതിപ്പ് നടത്തുന്നു. 1-2 വർഷത്തിനുള്ളിൽ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരുകയും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.